നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അല്ലെങ്കിൽ ഇരിക്കുന്നത് സുഖമാണല്ലോ, അതെനിക്കും അറിയാം. എന്തായാലും നമസ്കാരം. ഞാൻ അശ്വതി, ദേശം കുന്നുംപുറത്തു നിന്ന് വരുന്നു. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു കുറേ ആഗ്രഹങ്ങൾ ചെറുതിലെ. അതിലൊരാഗ്രഹം എനിക്ക് കലശലായിരുന്നു. ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ചപ്പോഴല്ലെന്ന് മാത്രം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ കൂടെ? ആരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടായിരുന്നു ഞാനൊരു വികാര ജീവിയാണ്. ഒന്നുമല്ല, ഞാനൊരു വിചാര ജീവിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്. അതിന് കാരണം എൻ്റെ വല്യമ്മാമയാണ്. അമ്മാമ്മ പറയുന്ന പെൺകുട്ടികൾ രാവിലെ നേരത്തെ എണീറ്റ്, അതായത് 4 മണിക്ക് എണീക്കണം, വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. എങ്ങനെ? അങ്ങ് അകത്തളം മുതൽ പടിപ്പുര വരെ അടിച്ച് തളിച്ച് അകത്ത് വന്നിട്ട് കുളിയും കഴിഞ്ഞിട്ട് വേണം അടുക്കള കയറാനെന്നാണ് പറയാം. ഇങ്ങനെ പണിയെടുത്തെടുത്ത് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കും എൻ്റെ ചേട്ടത്തിക്ക് കല്യാണമായി. കല്യാണം നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഞാൻ നോക്കുമ്പോൾ ഇയാളെ ഒരു പണി എടുക്കുന്നില്ല. 6 മണിയാകുമ്പോഴത്തേക്കിന് എണീറ്റ് വരും. കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയിട്ടൊരു മൂളിപ്പാട്ടൊക്കെ ആയിട്ട് വന്ന് കയറുമ്പോഴത്തേക്കിന് കഴിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ടാവും. ആൾ കഴിക്കലും കഴിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നു. എൻ്റെ കുഞ്ഞു മനസ്സിലൊരു ലഡു പൊട്ടി. കല്യാണമായി കഴിഞ്ഞാൽ ഒരു പണി എടുക്കണ്ട. എൻ്റെ ആ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഇന്നും എനിക്ക് അവരോട് വൈരാഗ്യമുണ്ട് കേട്ടോ. ഞാൻ എനിക്കറിയാവുന്നവരോടും അല്ലാത്തവരോടുമായിട്ട് എല്ലാവരോടും ചെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ പറയാമോ എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. ചിലരെന്നെ ഭയങ്കര അത്ഭുതത്തോട് നോക്കി, ചിലർ ഈ കൊച്ചിനെന്താ വട്ടാണോ എന്നുള്ള ഭാവത്തിൽ നോക്കി, ചിലർ ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിൽ നടന്ന്. എന്നാൽ ഇവറ്റകളൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു 25 വയസ്സിൽ കല്യാണം കഴിക്കാതെ നിൽക്കട്ടെ, അപ്പം തന്നെ എൻ്റെ പുറകെ എന്താണെന്ന് ചോദിക്കാം, കല്യാണം ആയില്ലല്ലേ എന്ന് ചോദിക്കും. ഇത് നായ ചന്തയ്ക്ക് പോകുന്ന പോലെയാ. ഇത് ചോദിച്ചിട്ട് ഇവർക്ക് ഒരു കാര്യമുള്ളതല്ല. എന്നാലും അവർ ചോദിക്കും, ഉറപ്പ്. ഈ പറഞ്ഞ് നിങ്ങളും ചോദിക്കും. എന്തായാലും എൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആഘോഷമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ സമയത്ത് 2 പേരും ഇങ്ങനെ സയാമീസ് ഇരട്ടകളുടെ കൂട്ടാണ് നടന്നിരുന്നത്. ആര് വേർപെട്ടിയാലും ഞങ്ങൾ വേർപെട്ടില്ല എന്ന് പറഞ്ഞ് തലേ പിടിക്കണോ തോളെ കയറണമെന്ന് ഓർത്താണ് നടന്നിരുന്നത്. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടൻ വന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ, ഏട്ടത്തി വരാണ് പാടവരമ്പത്തോടൊരു വലിയ വയറും ഒക്കെ ആയിട്ട്. പിള്ളേർ കോളേജിൽ പോകുന്നതന്നെ അതുപോലെ ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഇത് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന്.